അപ്പോൾ ഫ്രണ്ട്സ് ഞങ്ങൾ വയനാട് എത്തിയതിൻ്റെ പാർട്ട് 2 ആണ് വീഡിയോസ്. ഞങ്ങൾ കയറി ചെല്ലുമ്പോൾ തന്നെ വെൽക്കം ടു വയനാട് എന്നൊക്കെ ഉണ്ടായിരുന്നു. നല്ല അടിപൊളിയായിരുന്നു കേട്ടോ കാണാനൊക്കെ. ഞാൻ നേരെ പോയത് കുറച്ച് ചായപ്പൊടിയും കുടംപുളി അങ്ങനെയൊക്കെ കുറച്ച് സാധനം വാങ്ങാനായിട്ട് നേരെ പോയത്. അപ്പോൾ നമുക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ് ഞങ്ങൾ. ഞങ്ങൾ കുറച്ച് സാധനങ്ങളൊക്കെ വാങ്ങാൻ കയറിയതാട്ടോ ഇവിടെ. നമ്മുടെ കുറച്ചും കൂടി അപ്പോൾ എനിക്ക് കണ്ടപ്പോൾ ഇത് ഭയങ്കര ഇഷ്ടമായിട്ടോ. നമ്മൾ കുളിക്കുമ്പോഴൊക്കെ ഇടില്ല തലയിൽ അങ്ങനെ നമ്മൾ തലയൊന്നും നനയാതിരിക്കാൻ ഉള്ള സാധനങ്ങൾ, പിന്നെ ചായപ്പൊടി അങ്ങനത്തെ കുറച്ച് സാധനങ്ങളൊക്കെ വാങ്ങാൻ കയറിയതാണ്. അപ്പോൾ ഇത് ഞാൻ എടുത്തിട്ടുണ്ട്. അപ്പോൾ ഫ്രണ്ട്സ് ഇവിടെ അടിപൊളി സാധനങ്ങളാട്ടോ, മരം കൊണ്ട് ഉണ്ടാക്കിയതും കുറേ വെറൈറ്റി ഓഫ് ചോക്ലേറ്റ്സും ഫേസ് പാക്കും അങ്ങനെ കുറേ അടിപൊളിയായിട്ടുള്ള കുറേ സാധനങ്ങൾ ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഫ്രണ്ട്സ് ഇവിടെ മരം കൊണ്ടുണ്ടാക്കിയ കുറേ അധികം ഫ്ലവർ പോട്ട്സ്, ഗ്ലാസ്, പിന്നെ ആന അങ്ങനെ കുറേ ഉണ്ടായിരുന്നു. നല്ല രസമായിരുന്നു കാണാൻ. അതൊക്കെ ചേച്ചി ഭയങ്കര ഇഷ്ടമായി. പിന്നെ ഇതാ സൈക്കിളൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ, ചെറിയ മാനങ്ങളുടെ രൂപങ്ങൾ അങ്ങനെ കുറേ ഉണ്ടായിരുന്നു കേട്ടോ. എനിക്ക് കണ്ടപ്പോൾ തന്നെ നല്ല ഇഷ്ടമായി. നമ്മുടെ വീട്ടിൽ ഷോക്കേസിലൊക്കെ വെക്കാൻ പറ്റില്ല അതേപോലത്തെ അടിപൊളി സാധനങ്ങളുണ്ട് കേട്ടോ. ശരിക്കും വളർത്തിട്ടോ പഠിക്കണ മീൻ വേണോ, പിടിക്കണ മീൻ വേണം. അപ്പോൾ ഗൈസ് നമ്മൾ വളരെ പായസമൊക്കെ കുടിക്കാൻ വണ്ടി നിർത്തിയതാട്ടോ. നമ്മൾ പാർക്കും കൂടി തപ്പിട്ടുണ്ട്. അപ്പോൾ ഗൈസ് ഞങ്ങൾ സിബ് ലൈനിൽ കയറാനും ഡാൻസിൻ്റെ റീലൊക്കെ എടുക്കാനായിട്ട് അങ്ങോട്ട് കയറിയത്. പക്ഷേ സിബ് ലൈൻ ഈസ് ക്ലോസ്, വൈകുന്നേരത്തെ ഓണാവും. അപ്പോൾ ഫ്രണ്ട്സ് ഇവിടെ അടിപൊളി സ്പോട്ട് ആയിരുന്നു കേട്ടോ. അതുകൊണ്ടാട്ടോ ഞങ്ങൾ ഇവിടെ ഡാൻസൊക്കെ കളിക്കാൻ കയറിയത്. നല്ല രസമുണ്ടായിരുന്നു, നല്ല വ്യൂ ഒക്കെ ഉണ്ടായിരുന്നു. തേയിലത്തോട്ടമായതുകൊണ്ട് പിന്നെ പറയണ്ടല്ലോ, അടിപൊളി. അപ്പോൾ ഇതാ ഞങ്ങൾ മുരുകൻ എന്നുള്ള സോങ്ങിലാട്ടോ ഡാൻസൊക്കെ കളിച്ചിരുന്നത്. അപ്പോൾ ഗൈസ് ഞങ്ങൾ വയനാട്ടിലെ ലാലാ പാർക്കിലാട്ടോ ഉള്ളത്. അപ്പോൾ ഫ്രണ്ട്സ് അവിടെ കയറിയപ്പോൾ തന്നെ കുറച്ച് സ്ലൈഡൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ ഞാനിതാ വരുന്നു കേട്ടോ, സ്ലൈഡും മഞ്ഞ സ്ലൈഡിലും വരുന്നുണ്ട്. പിന്നെ എനിക്കൊരു റൗണ്ടായിട്ടുള്ളൊക്കെ സ്ലൈഡ് ഉണ്ടാവില്ല, അതൊട്ട് എനിക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടമായത്. അതിപ്പോൾ ഞങ്ങൾക്ക് കാണാൻ പറ്റും കേട്ടോ. വരുന്നു ഞാൻ. നല്ല രസമുണ്ട്. ഞാൻ തറയിൽ തന്നെ വന്ന് വീണു, നല്ല കാര്യം. ഇതാ ഒരു ആനയൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ അവിടെ പ്രതിമേൻ്റെ. ആ കാണാൻ നമ്മുടെ ജമ്പിങ്ങിൻ്റെ സാധനം വെള്ളമായതുകൊണ്ട് ഞാൻ കയറിയിട്ടുണ്ടായിരുന്നില്ല. പക്ഷെ എനിക്ക് കണ്ടപ്പോൾ ഒന്ന് കൊതിയൊക്കെ ആയിട്ടുണ്ടായിരുന്നു, എങ്കിലും ഞാൻ കയറിയിട്ടില്ല. ഞാൻ നോക്കുക കേട്ടോ, അവിടെ നല്ല രസമൊക്കെ ഉണ്ടായിരുന്നു കാണാൻ പാർക്ക്. പിന്നെ അതിൻ്റെ അടുത്ത് വേറൊരു ചാടുന്നൊരു ജമ്പിങ്ങിൻ്റെ സാധനമാണ്. ഇതിപ്പോൾ കുറേ ഇതിലൊക്കെ ഉണ്ടാവും. അപ്പോൾ ഇതിൽ ഞാൻ കുറേ നേരം കളിച്ചിട്ട് ഞാൻ കയറാൻ പേടിയായി നിൽക്കുക കേട്ടോ. അവിടെ ഇങ്ങനെ വീഴോ എപ്പോഴും ഞാൻ കയറാമ്പോൾ വിചാരിക്കുന്നതാണ് വീഴോ എന്ന്. എന്നിതാ ഞാൻ കയറുകയാണ്. അപ്പോൾ ഇതാ ഞാൻ കയറിയിട്ടും ഭയങ്കര പേടി, പൊട്ടിച്ചാടുമോ വീഴുമോ അങ്ങനെ ഞാൻ കഷ്ടപ്പെട്ട് അവിടെ എത്തിയിട്ടുണ്ട്. നല്ല രസമുണ്ടായിരുന്നു കേട്ടോ ചാടാൻ, നല്ല രസമുണ്ടായിരുന്നു. എനിക്ക് നല്ല ഇഷ്ടമായിട്ട്. അപ്പോൾ ഫ്രണ്ട്സ് അത് ഞാൻ നേരത്തെ നോക്കിയതിലൊന്നും ജസ്റ്റ് ഒന്ന് കയറി നോക്കി. ബട്ട് ഞാൻ തിരിച്ചറിഞ്ഞ് അതിൽ കുറേ വെള്ളമൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ ഉള്ളിൽ. അപ്പോൾ ഫ്രണ്ട്സ് ഞാൻ നേരത്തെ ക്യാപ്പൊക്കെ ഇട്ടിട്ട് പൂളിൽ ഇറങ്ങാൻ പോവുകയാണ്. ഞാൻ തീരെ പ്രതീക്ഷിച്ചില്ല കേട്ടോ പൂളിലൊക്കെ ഇറക്കുമെന്ന്. ഞാൻ നല്ല എക്സൈറ്റഡ് ആട്ടോ പൂളിൽ ഇറങ്ങാൻ. അപ്പോൾ ഫ്രണ്ട്സ് ഇതാ ഞാൻ പൂളിൽ ഇറങ്ങാൻ പോവുകയാണ്. ആദ്യം നമ്മളിങ്ങനെ സ്ലൈഡ് ചെയ്യണം, അങ്ങനെയാണ് പൂളിൽ ഇറങ്ങുക.
അപ്പോൾ ഫ്രണ്ട്സ് ഞാൻ പൂളിലേക്ക് പോയപ്പോൾ ഒരാളും ഉണ്ടായിരുന്നില്ല. പക്ഷേ കുറച്ചൊക്കെ കളിച്ചപ്പോൾ കുറച്ച് കുട്ടികളൊക്കെ വന്നിട്ടുണ്ടായിരുന്നു. നല്ല തണുപ്പുണ്ടായിരുന്നു പൂളിൽ. പക്ഷെ നല്ല പോലെ എൻജോയ് ചെയ്തിട്ടുണ്ട് കേട്ടോ പൂളിൽ. അപ്പോൾ ഫ്രണ്ട്സ് ഞാൻ അതാ അപ്പുറത്തെ പൂളിലാണ് ഇറങ്ങിയത്. എനിക്ക് ഈ പൂളാട്ടോ ഏറ്റവും ഇഷ്ടമായത്. ഇതിൽ 2 സ്ലൈഡ്സ് ഉണ്ടായിരുന്നു കേട്ടോ. ഒന്ന് ചെറുതും ഒന്ന് കുറച്ച് വലുതുമായിരുന്നു. നല്ല രസമുണ്ടായിരുന്നു കേട്ടോ. അവിടെ ഇങ്ങനെ വെള്ളമൊക്കെ ഇങ്ങനെ തെറിപ്പിക്കുന്നുണ്ടായിരുന്നു കേട്ടോ. അവിടെ പിന്നെ കളിക്കുമ്പോഴൊക്കെ കുറച്ച് ബോളൊക്കെ ഇട്ടാന്നുണ്ടായിരുന്നു കേട്ടോ അവിടുത്തെ ആൻറ്റിമാർ. ഫ്രണ്ട്സ് ഞങ്ങളിതാ ഫുഡൊക്കെ കഴിച്ച് ഇറങ്ങി. ഇനി ഞങ്ങൾ നേരെ വീട്ടിലേക്ക് പോവുകയാണ്. അപ്പോൾ ഫ്രണ്ട്സ് അവിടെ കുറേ കോടൊക്കെ ഉണ്ടായിരുന്നു. നല്ല ഭംഗി ഉണ്ടായിരുന്നു. അത്യാവശ്യം തണുപ്പൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. അടിപൊളി കേട്ടോ കോടൊക്കെ കാണാൻ. വയനാട്ടിലെ ഒരു വൈകുന്നേരമൊക്കെ ആയപ്പോഴാണ് ഈ കോടമഞ്ഞ് വന്നത്. അപ്പോൾ ഫ്രണ്ട്സ് ഇതാ ഞങ്ങൾ വീട്ടിലേക്ക് പോവുകയാണ്. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. താങ്ക് യു.